അപ്പോഴേ നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 4 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് എത്താൻ പറ്റും. അതായത് ഇന്ന് പറയാൻ വരുന്നത് നമ്മുടെ ഒലവക്കോട് ജംഗ്ഷനിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ കാണുന്ന 5.5 സെന്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ബാത്റൂം എക്സ്ട്രാ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വാഹനം വരുന്ന നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട്. അത് വാസ്തു പ്രകാരം കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും റോഡ് ആക്സസ് ആണ്. അതായത് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടും വടക്കോട്ട് ഫേസ് ചെയ്തിട്ട് നമുക്ക് റോഡ് ആക്സസോട് കൂടിയിട്ട് കോർണർ പോർഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഈ റോഡിന് ഒരു വീട് കാണുന്നുണ്ടോ? ഈ ഒരു 4-5 വീട് കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് ഹൈവേ ആണ്. അതായത് നമ്മുടെ പാലക്കാട് കാലിക്കറ്റ് ഹൈവേയിലാണ് ഇത് വരുന്നത് കേട്ടോ. അതായത് ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് ഹിൽവ്യൂ നഗറാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഒരുപാട് 200ഓളം ഫാമിലീസ് താമസിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഇതിലാണ് ഈ ഒരു വീട് നമ്മൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത്. 1800 സ്ക്വയർ ഫീറ്റ് ആണ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത്. പിന്നെ ഒലവക്കോടിനെ കുറിച്ച് വലുതായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഹോസ്പിറ്റലും സ്കൂളും കോളേജും തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീടിനെ ഒന്ന് കാണിച്ചു തരാം, മുഴുവനായിട്ട് കാണാം കേട്ടോ. വാ, ഇപ്പോൾ കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മേലെല്ലാം റൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് താഴത്തൊക്കെ തന്നെ നമുക്ക് ഇതേപോലെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നല്ല ഇന്റർലോക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല 4 സൈഡിലും നടന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് വരുന്നത്. ഇത് നമുക്ക് താഴെയും മുകളിലുമായിട്ട് എന്ത് ചെയ്യാം, 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ താഴെ ഒരു ഫാമിലിക്ക്, മുകളിൽ ഒരു ഫാമിലിക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു പ്രോപ്പർട്ടികൾ കണ്ടോ. ഇത് നമുക്ക് അപ്സ്റ്റെയർ കൊടുത്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഇതൊരു ഡോർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മേളിലോട്ടാണെങ്കിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ അപ്സ്റ്റെയർ ഉണ്ട്. ഞാൻ ഉള്ളിലൂടെ പോയി കാണിച്ചു തരാം കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സൈഡിൽ നമുക്ക് എന്തുണ്ട്, കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ. 4 സൈഡും കോമ്പൗണ്ട് വാളായിട്ട് നല്ല സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബാക്കിൽ ഒരു അലക്കുകല്ല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് നല്ല കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല അതായത് നമുക്ക് പോയി വരാനുള്ള, അതായത് എല്ലാ ഭാഗത്തു കൂടി സഞ്ചരിക്കാനുള്ള നല്ല ലൊക്കേഷനാണ്. പിന്നെ വെള്ളത്തിന്റെ സോഴ്സ് ആണ് നമുക്ക് 2 രീതിയിലുള്ള വെള്ളമുണ്ട്. അതായത് ഈ കാണുന്ന കണ്ടോ, വെള്ളം ഒന്ന് കാണിച്ചിരിക്കുന്നതാണോ, നിറഞ്ഞു കിടക്കുന്നതാണ്. ഈ വെള്ളം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ. ആണോ, അതുപോലെ തന്നെ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് നല്ല ഏരിയ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിന്നീട് ഒരു 2-3 കാറൊക്കെ കയറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് കാണുന്നുണ്ടോ, ഈ ഒരു വാൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ടൊക്കെ വാഹനങ്ങൾ കയറ്റി നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ, അതായത് താണാവ് ഭാഗത്തായിട്ട് ഹിൽവ്യൂ നഗർ എന്നുള്ള ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അത് ഹൈവേ റോഡിൽ നിന്ന് ഏകദേശം ഒരു 7ാമത്തെ വീടാണ് ഇത് വരുന്നത് കേട്ടോ. അതായത് കിഴക്കോട്ടും ഫേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ വടക്കോട്ടും റോഡ് ആക്സസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഫർണിഷ്ഡ് വേണോ, ഇനി അതല്ല വീട് മാത്രമായിട്ട് മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ അടുത്ത് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഞാൻ ഓണറുടെ കോൺടാക്ട് നമ്പറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ നേരിട്ട് ആളെ വിളിക്കുക, ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വീടിന്റെ ഉള്ളിൽ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. മുഴുവനായിട്ട് കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഇത് ഈസ്റ്റ് ഫേസ് ചെയ്തുകൊണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളി കവേർഡ് ആണ്, ഫുള്ള് സേഫ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കട്ടിള, വാതിൽ ഇതെല്ലാം തന്നെ നല്ല തേക്കിൻ്റെ ആണ് കേട്ടോ. അതായത് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം തന്നെ തേക്ക് മരം കൊണ്ടാണ് നമുക്കിത് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ ഫസ്റ്റ് നമുക്കൊരു ലിവിങ് ഹോളാണ്. ലിവിങ്ങും വിത്ത് നമ്മുടെ ഡൈനിങ്ങും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ആണോ. ഫുള്ള് വർക്ക്, നല്ല ഫിനിഷിങ്ങിൽ നല്ലൊരു ആംബിയൻസ് ആണ് ശരിക്കും. നമുക്കൊന്ന് കണ്ടാൽ കണ്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് ലിവിങ് ഹാൾ വരുന്നത്. ഇതിനകത്ത് TV യൂണിറ്റ്, അതുപോലെ തന്നെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് കഴിയുകയാണെങ്കിൽ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അലമാരയുടെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കും. സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് മുഴുവനായിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഫർണിഷ്ഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സെമി ഫർണിഷ്ഡ് ആണെങ്കിൽ അങ്ങനെ നോക്കാവുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഒരു പോർഷൻ വെക്കാനുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ മുകളിലോട്ടുള്ള പോർഷൻ കേട്ടോ.
നമ്മൾ ആ ഡോറ് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് റെന്റ് കൊടുക്കണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ റെന്റ് ഔട്ട് ചെയ്യാം. ഇനി അതല്ലേ അത് ക്ലോസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് കിച്ചൺ സ്പേസ് വരുന്നത്. ഓക്കെ, ഈ കബോർഡ് വർക്കുകളൊക്കെ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ഓക്കെ ആണോ, നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവൻ ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ തന്നെ എക്സിറ്റ് പുറത്തോട്ടുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ. എല്ലാം തന്നെ നല്ല ഗ്രില്ല് കൊണ്ട് വർക്കൊക്കെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്കൊരു ബാത്റൂമാണ്. യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം സ്പേസ് ആക്കിയിട്ടാണ് ഇവരിപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്ന സമയത്ത് ഒരു താഴെ 2 ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 1 ബെഡ്റൂമുമാണ് നമുക്ക് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ അയൺ ചെയ്യാനോ കാര്യങ്ങളോ ടേബിളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഓരോ ബെഡ്റൂം സ്പേസ് ആണ്. ഇതാണ് ബെഡ്റൂം സ്പേസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്കൊരു അലമാരയും അതുപോലെ തന്നെ കട്ടിലിട്ട് കഴിഞ്ഞാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ AC കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്കൊരു വാൾഡ്രോപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അലമാര ഇൻബിൽഡ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയാണ്, കാണിച്ചു തരാം. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമൊക്കെ ഉള്ളതാണ്. 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് തന്നെയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് നമ്മളൊരു ബെഡ്റൂം സ്പേസിലോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ മരമാണ് കേട്ടോ. കാരണം വാതിൽ ജനലെല്ലാം മരം തന്നെയാണ്, തേക്കിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ആ റൂമിനേക്കാൾ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇതിനകത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ വാൾഡ്രോപ്പ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരുന്നത് നമ്മുടെ ടോയ്ലറ്റ് ആണ് കേട്ടോ. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് വരുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എവിടെ നമുക്ക് നോക്കിയാൽ ഒരു ക്രാക്കോ പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വെൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി ഇതാണ് താഴത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗം ക്ലോസ് ചെയ്താൽ നമുക്ക് ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാം കേട്ടോ. ആണോ, ഇനി അപ്സ്റ്റെയർ കയറുകയാണെങ്കിൽ ഇത് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പെയിന്റിങ് പോലും ചെയ്യണ്ട കേട്ടോ. ഫുള്ള് വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവരാം, നമുക്ക് താമസിക്കാം. ഇനി അതെല്ലാം നമുക്കിത് ഫുള്ളായിട്ട് ഫർണിഷറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളും കൊണ്ടുവരണ്ട, നമുക്ക് കയറി താമസിച്ചാൽ മതി കേട്ടോ. ഇതാണ് മുകളിലൊരു പോർഷൻ കേട്ടോ. താഴത്ത് കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് ഹാളാണ്. അത്യാവശ്യം റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് കാണിച്ചു കേട്ടോ. ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫുള്ള് കബോർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെൽഫുകളുണ്ട്. ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ്. ഓക്കെ, ആണോ, അതിനകത്ത് തന്നെ AC കാര്യങ്ങൾ വന്നിട്ട് 3 ബെഡ്റൂമിലും AC ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടിയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശം. ഇത് നമുക്ക് അതുപോലെ തന്നെ ആണോ കട്ടിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വാൾഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്, ബാത്റൂം സൗകര്യം വരുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഇവിടെയാണ് നമുക്കൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂം സ്പേസ് ആക്കിയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വേണം ഇത് ഒരു ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന സ്റ്റോർ സ്പേസ് പോലെ യൂസ് ചെയ്യുന്നത്. ടോയ്ലറ്റ് നമുക്ക് ബെഡ്റൂം ആക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് ആക്കാം, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. മേലെ അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ മുകളിലുണ്ട്. ഓക്കെ, ഇവൻ നമ്മൾ ഇനി ഇതിനകത്ത് കയറുന്ന ഒരു ബാൽക്കണി ഇതിനകത്ത് വരും കേട്ടോ. കാണിച്ചു തരാം കണ്ടോ. എല്ലാവിടെയും ഇതേപോലെ തന്നെ ഉണ്ടോ, നമ്മുടെ തേക്ക് മരം കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും സേഫ് ആയിട്ടുള്ള ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബാൽക്കണിയാണ്, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ. നേരെ ഫ്രണ്ടിൽ റോഡ്. ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റാം, ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നല്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്ന സൗണ്ട് അടക്കം നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയും അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. കേട്ടോ ഏരിയ വരുന്നത് ആണോ. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇതിനൊരു ഓപ്പൺ ടെറസ് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇതാണ് കേട്ടോ ഓപ്പൺ ടെറസ് വരുന്നത്. കണ്ടോ, അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക്
നടത്താൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ടാപ്പ് സൗകര്യങ്ങളുണ്ട്, ഈ വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ടാപ്പ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്സ്റ്റെയർ ഇതിന് മുകളിലേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടാങ്ക് കാര്യങ്ങളൊക്കെ മുകളിലോട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്സ്റ്റെയർ കയറുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, എല്ലാം നല്ല പ്ലാന്റഡ് ആണ്. സിൻടെക്സിന്റെ ടാങ്കും കാര്യങ്ങളാണ്. അതുപോലെ ഇതാണ് നമുക്കൊരു ഓപ്പൺ സ്പേസ് വരുന്നത് കണ്ടോ. ഇതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഇതാണ് ഹിൽ വ്യൂ നഗർ, നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് ആണ്. ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന തെങ്ങൾ കാണില്ലേ, ആ ബിൽഡിങ് അതിന്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ സ്റ്റേഷൻ വരുന്നത്. ശരിക്കും നമുക്ക് ഇതിലൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിലൂടെ കയറുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. ഒരു നടന്നാ പോകുന്ന ദൂരം, നടന്നെത്താവുന്ന, ഒരു ഓട്ടോ പോലും വിളിക്കേണ്ട, ഒരു 2 വീലർ എടുത്തിട്ട് പോവും വേണ്ട. ഓക്കെ, അത്രയും സൗകര്യമുള്ള ഭാഗത്താണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ഓണറെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ ഇതിൻ്റെ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളെ അക്കൗണ്ട് ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ തന്നെ ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തേക്കണേ.